ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്താണെന്നറിയോ? ഇത് നമ്മളെ ഉഴുന്ന് ദോശൻ്റെ മാവാണ് കേട്ടോ. മാവ് നിങ്ങളൊക്കെ മാവ് ചുടുമ്പോൾ എത്രത്തോളം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ദോശ. നല്ലതായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലേ നിങ്ങളിതുപോലെ ഞാൻ പറയുന്ന ടിപ്സ് ചെയ്യുക കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ അരി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കൂലേ, അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉഴുന്ന് കുതിർക്കാൻ വെക്കുക. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതേ അളവ് തന്നെ ഉഴുന്നെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരക്കുന്ന സമയത്ത് കുറച്ച് ചോറ് കൂട്ടി കൊടുക്കുക. ചോറും സമയത്ത് കുതിർത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ചോറും കുറച്ച് എത്രയാണോ നമ്മൾ ചോറ് എടുക്കുന്നത് അതേ അളവിൽ, ഒരു പിടി ചോറാണെന്നുണ്ടെങ്കിൽ അതേ അളവിൽ നമ്മൾ അവിലെടുക്കുക. നമ്മൾ ഏത് അവിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെള്ള അവിൽ അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, സാധാരണ അവിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക. തലേദിവസം അരച്ചെടുത്ത് എല്ലതും ഇനിയിപ്പോൾ അരി ആയാലും ഉഴുന്നായാലും അത് രണ്ടും ഒരേ ലെവൽ തന്നെ ഒന്ന് തന്നെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാവ് ഒരു പാത്രത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അടിച്ച് വെക്കുക. പിറ്റേ ദിവസം മാവ് നല്ല പൊങ്ങി വരും എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശ. ഇനിയിപ്പോൾ ഉഴുന്ന ദോശ ആയാലും ഇഡ്ഡലി ആയാലും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി, നല്ല സോഫ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ചെയ്ത് വിട്ടുതരാം. അതല്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.